നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നാകുന്നു. നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 ഇടവമാസം 3-ാം തീയതി ഞായറാഴ്ച, അതായത് 2026 മെയ് 17-ാം തീയതി ഞായറാഴ്ചയാണ്. തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:06, അസ്തമയം വൈകിട്ട് 6:36. രാഹുകാലം നിങ്ങൾക്കറിയാം, 4:30 മുതൽ 6 മണി വരെയുള്ള വൈകിട്ടത്തെ സമയം. ആ 1.5 മണിക്കൂർ സമയം നാം ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി തലേന്നാൾ അമാവാസിയായിരുന്നു. പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരൊക്കെ പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങിയിരിക്കുമെന്ന് കരുതട്ടെ. ഇന്ന് കർത്തവാവ് കഴിഞ്ഞ് വെളുത്ത പക്ഷത്തിലേക്കുള്ള ആരംഭമാണ്. അതിന് 1-ാമത്തെ തിഥി എന്നാണ് പറയുക. 1-ാമത്തെ തിഥിക്ക് നാം പ്രതിപദം എന്നാണ് പറയുക. അത് കറുത്തപക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും പ്രതിപദം എന്നാണ് പറയുക. പക്ഷെ പ്രതിപദം ഒരു നല്ല തിഥിയല്ല. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രതിപദം തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. പ്രത്യേകിച്ച് കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തപക്ഷം 5-ാം തീയതി വരെ, പക്ഷം 5-ാം തീയതി ആണെങ്കിലും ചന്ദ്രൻ ദുർബലമാണ്. അതിൽ ചതുർത്ഥി വളരെ മോശമാണ്, പ്രതിപദവും മോശമാണ്. ഏതായാലും സാമ്പത്തിക വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്നത്തെ ദിനം അനുകൂലമല്ല. ഇന്നത്തെ നക്ഷത്രമോ കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക ഒരു ശുഭ നക്ഷത്രമാണ്. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രം. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. ശേഷം വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ഇന്നത്തെ ദിനം അനുകൂലമല്ല. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയാണ് കാർത്തിക നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ്. രോഹിണി ശുഭ നക്ഷത്രമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റു ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഉച്ചയ്ക്ക് 3:06 മുതൽ 4 മണി വരെയുള്ള സമയം അനുകൂലമായി സ്വീകരിക്കാം. ഇന്നത്തെ ദിനം ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. കാരണം കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം സൂര്യനാണ്. സൺ റെപ്രസെൻറ്റ്സ് സൺഡേയ്സ്. ഇന്ന് ഞായറാഴ്ചയാണ്. അതിനാൽ കൂവളമാല, ജലധാര, അപ്രകാരം തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ ചെയ്ത് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായി ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കട്ടെ. നന്ദി, നമസ്തേ.